വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. നീ പോവാൻ പോണോ? അതെ, 5 മണി കഴിഞ്ഞല്ലേ. ഇത് ശരിയാവില്ല ടാൻഡോ. എടാ, ഈ മുകളിലത്തെ മുറിയും ഫ്ലോറും എത്ര താമസിച്ചാലും ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അല്ല, അത് മറ്റേ താഴത്തെ റൂമേ ഫുള്ള് തേച്ച് തീർന്നപ്പോഴേ ഇത് തുടങ്ങി വെക്കാനേ പറ്റുള്ളൂ. എന്ത് തുടങ്ങി വെക്കാനായിട്ട്? എടാ, അതിന് താഴത്തെ മുറി തേച്ചതും ഫിനിഷ് ചെയ്തതും മൈക്കിളല്ലേ? നീ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയിട്ട് വരുന്നത് എപ്പോഴാണ്? 4:55. 5 മണിയായപ്പോൾ നീ പോവുകയും ചെയ്തു. ഈ ചായ കുടിക്കലും റെസ്റ്റ് എടുക്കലും പിന്നെ എങ്ങനെയാ വർക്ക് തരുന്നത്? ജോയി, നീ എന്നെ വാച്ച് ചെയ്യാൻ ആളെ വെച്ചേക്കണെന്ന് ഞാൻ അറിഞ്ഞില്ലട്ടാ. വാങ്ങിക്കുന്ന കാശിനെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നതാണ് ആൻഡോ. ആൻഡോ, നിന്റെ ഈ ലൊട്ടാലൊടുക്ക് തട്ടാമുടി വർത്താനം എന്നോട് പറയരുത്. ഞാനും നിന്നെ പോലെ പണിയെടുത്ത് നടന്നതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ പണി എടുപ്പിച്ച് നടക്കണത്. നമ്മൾ ഒന്നിച്ച് പണിയെടുത്തിട്ടുള്ളതല്ലേ? അതെ, എത്ര വർക്കുകൾ. പക്ഷേ ആ രീതിയിലൊന്നും അല്ലട്ടാ എന്നോടുള്ള നിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. എൻ്റെ പെരുമാറ്റത്തിൻ്റെ രീതിക്ക് അങ്ങ് വിട്. മര്യാദക്കാണ് ഈ മര്യാദ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് വെച്ചാ ഞാൻ ഒരു ഡൈഫ് പണിക്കാണെന്നല്ലേ നീ പറയേണ്ട അർത്ഥം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ നിനക്കേ ഇനിയുള്ള മുന്നോട്ട് പോക്കിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. ആൻഡോ. ജോണേട്ടാ, എന്താ വിളിക്കണ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കവലയിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്നതാ. അപ്പോഴാ മഴ വന്നത്. ചേട്ടനൊക്കെ എന്ത് നോക്കാനാണ്? റിട്ടയർഡായി മാസാമാസം പെൻഷൻ വാങ്ങിച്ച് സുഖമായിട്ടങ്ങനെ ജീവിച്ച് പോകാമല്ലോ. എന്തു സുഖാടാ. അത് പിന്നെ അക്കരെ നിൽക്കുന്നവന് ഇക്കരെ പച്ചാന്ന് തോന്നും. ഇക്കരെ വരുമ്പോഴല്ലേ വിവരം അറിയുന്നത്. എന്നാലും ഒരു വിധത്തിൽ സുഖമല്ലേ? ഇന്ന് പണിയുണ്ട്, നാളെ പണിയുണ്ടാകുമോ ഒരു പിടുത്തവും കിട്ടാത്ത ജീവിതമാണ് എൻ്റെ ഒക്കെ. പിന്നെ എങ്ങനെയാ പോകണമെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് പറയാം. അത്രയൊക്കെ ഉള്ളൂ എൻ്റെയൊക്കെ കാര്യം. ആകെ നിരാശനാണല്ലോടാ. എങ്ങനെ നിരാശപ്പെടാതിരിക്കും ചേട്ടാ? ജീവിതത്തിൽ ഒരു പുരോഗതിയില്ലെന്നേ. നീ വിഷമിക്കാതിരി, എല്ലാം റെഡിയാവും. ഇതെവിടെ നിന്ന് റെഡിയാകാൻ ചേട്ടാ? 3/4 ഭാഗത്തിലധികവും ഓടിത്തീർന്ന ഒരു സിനിമാ കഥ പോലെയാണ് ഞാൻ. ഇതുവരെ ഒരു ട്വിസ്റ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങ് വിഷമിക്കില്ലടാ. ചിലപ്പോൾ ക്ലൈമാക്സിലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഒരു കലക്കൻ സിനിമയായി മാറിയാലോ നിന്റെ ജീവിതം. അതുകൊണ്ടേ പ്രതീക്ഷ കൈവിടരുത്. നല്ല ശുഭാപ്തി വിശ്വാസം വേണം. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18:16. അല്ല, നീ ഇന്ന് ജോലിക്ക് പോകാതിരുന്നെന്താ? ഇല്ലെന്നേ, അവൻ ആള് ശരിയല്ലെന്ന്. ആര്? ആ ജോയി. ഏത് 8-10 നിലകളുള്ള ബിൽഡിങ്ങുകളുടെ പണി ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടറിൻ്റെ ബാബുണ് കക്ഷിക്ക്. എന്ത്? ഏതെങ്കിലും ഒരു വീടിൻ്റെ സൈഡിൽ വീടിനോട് ചേർന്ന ഒരു മുറി, അല്ലെങ്കിൽ പൊളിഞ്ഞ മതിൽ, അതുമല്ലെങ്കിൽ ഷീറ്റിട്ട വീടിൻ്റെ അടുക്കളത്തെ ഷീറ്റ് മാറ്റി വാർക്കൽ.
ഇതൊക്കെയാണ് പുള്ളി പിടിക്കുന്ന പണി. അല്ലാത്തൊന്നും കിട്ടില്ലേ. അല്ലടാ, വലുതായാലും ചെറുതായാലും നിനക്ക് കിട്ടുന്ന ദിവസക്കൂലി സെയിമല്ലേ? ഓ അതതെ, മുടങ്ങാതെ വർക്കും ഉണ്ട്. അതുകൊണ്ട്. ആ പക്ഷേ ആ. തഴുകി തലോടുന്ന കൈകൊണ്ട് താടിക്കിട്ട് തട്ടുകയും ചെയ്താ അതങ്ങോട്ട് സഹിക്കണമെന്ന് ചേട്ടൻ പറയരുത്. പണിയെടുക്കാം, ചത്ത് ചമ്മന്തി ആണവരെ പണിയെടുക്കാം. പക്ഷേ അടിമയായിട്ട് കാണരുത്. റെസ്റ്റില്ല ചേട്ടാ, ഒരു തരി റെസ്റ്റില്ല. അല്ല, ഇപ്പോഴേ ഇന്നും ഇന്നലെ എന്നെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പണിതയില് പണിയെടുത്തതിനെക്കാട്ടിയും കൂടുതൽ റെസ്റ്റാണെന്ന്. അത് കൂടെ നിൽക്കണമാര് തന്ന പണിയാണ്. ഞാൻ റെസ്റ്റ് എടുക്കുന്നത് കാണാൻ ഫുൾ ടൈം ജോയി അവിടെ ഇല്ലല്ല. കൂടെ നിൽക്കുന്നവര് ശരിയില്ലെന്നേ അവന്മാര് പറഞ്ഞു കൊടുത്താണ്. ഞാനാണെങ്കിൽ ഇവൻ ജോയിയുടെ കൂടെ സ്ഥിരം പോണതുകൊണ്ടേ ഇതറിയാവുന്ന മറ്റ് കോൺട്രാക്ടർമാര് എന്നെ വിളിക്കോ? ഇല്ല. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്. പ്രഭാഷകൻ 31 അധ്യായം 3-4 വാക്യങ്ങൾ. പണിയില്ലെങ്കിൽ പിന്നെ നീ ഇത് എവിടെ പോണു? ഓഹ്, ഒന്നും പറയണ്ട ഏട്ടാ, വല്ലാത്ത തലവേദനയാണ്. ഓഹ്, ഒന്ന് ജനറലാശുപത്രിയിൽ ഒന്ന് പോവുക. ആ, അതാ നീ ഇടയ്ക്കിടയ്ക്ക് തലയിൽ തടവുന്നതല്ലേ? ആ, പ്രൈവറ്റ് ആശുപത്രി പോയാലേ ഭയങ്കര കത്തിയാ ചേട്ടാ, കത്തി. അത് വല്ലതും ഞാനൊക്കെ താങ്ങുവാ. ഓ, എങ്കിൽ പിന്നെ ഞാനും കൂടി ചെല്ലട്ടെ ചേട്ടാ. ഓ, ഉറങ്ങാനുള്ള വല്ല മരുന്നും വാങ്ങണം. ഉറക്കമില്ലെന്നേ, ഭയങ്കര തലവേദനയാണ്. എന്നാ ഞാൻ ചെല്ലട്ടെ ചേട്ടാ. ശരി, ശരിടാ. ആ, നീ എന്താടാ ഇന്ന് ജോലിക്ക് പോയില്ലേ? പോയെങ്കിൽ പിന്നെ എന്നെ ഇവിടെ കാണുവോ ജോർജെ? എന്താണ് ജോലിക്ക് പോകാഞ്ഞെന്ന് ചോദിക്ക്. അല്ല, ഇപ്പൊ ഞാൻ അതും ആലോചിക്കണം. ഞാൻ പോട്ടെ പോട്ടെ. ആ ജോണേട്ടാ, അവന് നല്ല തലവേദനയാന്ന്, മരുന്ന് വാങ്ങിക്കാൻ പോവാ. നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആരുടെയൊക്കെ കുറ്റങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നതെന്നറിയൂ. ആ ചേട്ടാ, അങ്ങനെ എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഒരാള്, എന്തിനും ഏതിനും പരാതി പറയുന്ന ഒരാള് ഈ ഏരിയയിലുണ്ടാവില്ല. എന്റെ അമ്മോ. അല്ലേട്ടാ, ഞാനൊന്നേ ഭൂമിയുടെ തരം മാറ്റുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ല. ഓ, അല്ല, RDO ഇപ്പോഴും ആ ശ്രീനിവാസൻ സാർ തന്നെയല്ലേ? ആ, അതെ അതെ. അത് പുള്ളിയുടെ രീതി അനുസരിച്ച്, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പുള്ളി നടത്തുകയുള്ളൂ. എങ്കിലും ഞാൻ വിളിച്ചു പറയാം. ആ, എന്നാ പിന്നെ ശരി ചേട്ടാ, ഞാൻ ചെല്ലട്ടെ. ആ, മഴ മാറി, ഞാനും ഉണ്ട്. കുറേ നേരമായി നിൽക്കുന്നു. ആ, എങ്ങനെയുണ്ട് അസുഖമൊക്കെ? മരുന്നൊക്കെ കഴിച്ച് ഉഷാറായോ? ഓ, എവിടെ ചേട്ടാ, ഇംഗ്ലീഷ് മരുന്ന് ഇതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ വ്യാജനാണോന്നാ എൻ്റെ സംശയം. വെറുതെ മരുന്ന് അത്രയും വാങ്ങി കഴിച്ചെന്നല്ലാതെ തലവേദനക്ക് ഉറക്കക്കുറവിന് ഒരു കുറവുമില്ല. എങ്കിൽ പിന്നെ എന്തിനെങ്ങനെ ഇറങ്ങി നടക്കുന്നത്? റെസ്റ്റ് എടുത്ത് നോക്കായിരുന്നില്ലേ? ഏയ്, റെസ്റ്റ് എടുത്ത് ഇതിന് പരിഹാരം കാണണ്ടേ? അല്ല, അതിനിപ്പോ എന്ത് ചെയ്യാൻ പോണു? ആ മാഞ്ഞാലി കടവും ഭാഗത്തേ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും നോക്കാമെന്ന് കരുതിയാണ്. ഇനി അയാൾ എന്ത് പാർട്ടിയാന്ന് എനിക്കറിയാൻ പാടില്ല. അയാൾ ഏത് പാർട്ടിക്കാരനായ എന്താ? നിനക്ക് നിന്റെ അസുഖം മാറിയാ പോരെ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. ആ വൈദ്യനെ അയാളും വല്ല വ്യാജനാണോന്നൊരു സംശയം പറഞ്ഞാണ്. ഇങ്ങനെയൊന്നും സംസാരിച്ചിരിക്കാൻ സമയമില്ല ചേട്ടാ. ഞാൻ ചെല്ലട്ടെ, അല്ലെങ്കിൽ തല തന്നെ വെട്ടി മാറ്റി വെച്ച് നടക്കേണ്ടി വരും. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ
രക്തപങ്കിലമാണ്. വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ഏശയ്യ 59 2-3 വാക്യങ്ങൾ. ശരിയെന്നാ. നീ അവിടെ നിന്നേ. ഏ ദേ, ഇതിനെ നിനക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം. ആഹാ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിട്ടാണാ കഴിഞ്ഞ ദിവസം ചേട്ടൻ അത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഇത് പറയാഞ്ഞത്? പറയേട്ടാ. ആദ്യം തന്നെ നെഗറ്റീവ് ചിന്തകൾ നീ മാറ്റുക. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുക. ചെയ്യുന്ന ജോലി അത് ആത്മാർത്ഥതയോടെ ചെയ്യുക. എന്നിട്ട് ഈ കുറ്റം പറയുന്ന ആളുകളില്ലേ, ആ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ നന്മ കാണാതിരിക്കില്ലല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുക. കുറച്ച് ദിവസം അങ്ങനെ ചെയ്തു നോക്ക്. ഒരു മരുന്നും കഴിക്കണ്ട. നിന്റെ തലവേദനയും ഉറക്കക്കുറവും പമ്പ കടക്കും. ദേ, ആ ജോയിയെ വിളിച്ച് നീ ക്ഷമ പറയും. എന്നിട്ട് ജോലിക്ക് കയറുക. അത് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ കാണാം. എൻ്റെ ജോണേട്ടാ, എനിക്ക് അവനോട് വേറെ ഒരു വിരോധവും ഇല്ല. നല്ല പണിക്കാരനാവൻ. പക്ഷേ അതെനിക്ക് ഉപകാരപ്പെട്ടാലല്ലേ കൂടെ നിർത്താൻ പറ്റൂ. പണിയെടുക്കുന്നതിലും കൂടുതൽ റെസ്റ്റിലാണ് താല്പര്യം. പിന്നെ വാ തുറന്നാലേ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയല മെയിൻ പരിപാടി. അങ്ങനെ സഹിയിട്ടാ ഞാൻ. ഏതായാലും ഇത്തവണ എൻ്റെ പേരിൽ ഒരവസരം കൂടി അവന് കൊടുക്ക്. അവൻ ശരിയാവും. ശരിയായില്ലെങ്കിൽ പിന്നെ ജോയിയുടെ ഇഷ്ടം പോലെ. പ്ലീസ്. അയ്യോ ജോണേട്ടാ, ചേട്ടൻ ഇത്രയൊന്നും പറയണ്ട. മര്യാദയ്ക്കാണെങ്കിൽ അവൻ വന്നോട്ടെ. ഏതായാലും അവൻ എന്നെ ഒന്ന് വിളിക്കട്ടെ. ഓ, ഞാൻ പറയാം അവനോട്. എങ്കിൽ ശരിയേട്ടാ. ഓ, ഞാൻ ചെല്ലട്ടെ. ആ. ശരിയേട്ടാ. എന്താണ് ചോയി? എൻ്റെ ആൻഡോ, എടാ ആത്മാർത്ഥത ഇത്രയും കൂടിയാലും പ്രശ്നമാണ്. അതെന്താ ജോയി, നീ എന്നെ കളിയാക്കിയതാണോ? ഏയ് അല്ലടാ, വാങ്ങുന്ന കൂലിക്ക് അധ്വാനിക്കണം എന്ന് കരുതി ഒരു ചായ കുടിക്കാൻ പോലും പോകാതെയുള്ള നിന്റെ അധ്വാനം അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഏയ് അതല്ല ജോയി, ചായയും റെസ്റ്റും എല്ലാം ഒരുപാട് കുടിക്കുകയും എടുക്കുകയും ചെയ്തതല്ലേ. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അത് പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമുള്ളതാണ്. ആ ജോൺസൺ ഈ മെറ്റലോട് എന്തെങ്കിലും അടിക്കുമോ? അവനിനി എന്തെങ്കിലും ഉടായ്പാണോ? കഴിഞ്ഞ ലോഡ് വരെ അടിച്ച എമൗണ്ടിന് ഇനി അടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, എല്ലാവരിലും ഒരു 200 രൂപ കൂടുതലാണ് മേടിക്കണത്. അത് കുറയ്ക്കാമെന്ന് സമ്മതിച്ചു പോയ ആള് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇനി കാശ് കുറച്ച് തന്നെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പണി 2 ദിവസത്തേക്ക് മുടങ്ങട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വല്ലതും. ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരെന്തെങ്കിലും കാര്യം ഉണ്ടാവും. നിനക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? നിനക്കിതെന്താ പറ്റിയത്? നീ ആളാകെ മാറിയല്ലോ. ഇങ്ങനെയുള്ളൊരു മറുപടി അല്ല കേട്ടോ ഞാൻ നിന്നിന്ന് പ്രതീക്ഷിച്ചത്. ഒരാളെ പറ്റി നല്ലത് പറയത്ത് നീ ഇങ്ങനെ അവനെ പറ്റി പറയുമെന്ന് ഞാൻ കരുതിയില്ല. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ അവനെപ്പറ്റി ഊഹാപോഹങ്ങളുടെ പേരിൽ നെഗറ്റീവ് പറയരുത്. നിന്ദിക്കുന്ന മനസ്സ് വിഷം പോലെയാണ്. തനിക്കുള്ള മനസമാധാനവും ചുറ്റിനുമുള്ള മറ്റുള്ളവരുടെ സമാധാനവും കളയും. നമ്മൾ നല്ലത് ചിന്തിച്ചും
പറഞ്ഞു നമ്മുടെ ചുറ്റുപാടും പോസിറ്റീവായ ആളുകൾ നിറയ്ക്കുക. അല്ല, ഇത് ജോൺസണാണല്ലോ. എടാ ഒരു മിനിറ്റ്. നീ എടുക്ക്. അല്ല ജോൺസാ, അത് ചെയ്തല്ലേ? എടാ എനിക്കറിയില്ലായിരുന്നു. നീ ഫോൺ എടുക്കാണ്ടായി, ഫോൺ ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് സാരില്ലടാ, പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ, ശരി എന്നാ. എന്താടാ ആൻഡോ, എനിക്കവിടെ തെറ്റുപറ്റിയത്. അവൻ 2 ദിവസമായിട്ടേ ഹോസ്പിറ്റലായിരുന്നു. അവൻ്റെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു. മൊബൈലിൻ്റെ ചാർജ് തീർന്നതാ. ഇപ്പോൾ അടുത്ത ബെഡിലെ ആരുടെയോ ചാർജർ വാങ്ങി ചാർജ് ചെയ്തിട്ട് എന്നെ വിളിച്ചതാ. ലോഡ് അവൻ ഇന്ന് ഉച്ച കഴിയുമ്പോൾ അടിക്കാന്ന്. ശേ, ഞാൻ വെറുതെ, നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വേറെ ആരുടെങ്കിലും ലോഡ് ഇറക്കിച്ചേനെ. ജോയി, ഏത് ബന്ധത്തിൻ്റെയും അടിസ്ഥാനം പരസ്പര ബഹുമാനമാണ്. അതുപോലെ തന്നെ വിശ്വാസമില്ലാതെ ഒരു ബന്ധവും നിലനിൽക്കില്ല. ദാ ഇപ്പം ജോയിയോട് ഞാൻ കാണിക്കുന്നത് പോലെ. വഞ്ചനയുടെ വഴിയുണ്ടല്ല, അത് നാശത്തിലേക്കുള്ളതാ. സത്യം പറയാലോ ആൻഡോ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീ തന്നെയാണ് ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. അതെ, ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നേ എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞ ദേ ഇപ്പോഴാ. ആൻഡോ, എൻ്റെ ചേട്ടാ, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോയിയോട് ഞാനിത് പറഞ്ഞു. ശരിക്കും പറഞ്ഞ മനുഷ്യൻ്റെ എല്ലാവിധ അസുഖങ്ങളുടെയും കാരണം അവനവൻ തന്നെയാണല്ലേ. എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതാ മനുഷ്യ മനസ്സിന് സമാധാനം കളയുന്നത് അല്ലേ? എല്ലാ അസുഖവും മാനസികമായ പ്രശ്നമാണെന്ന് പറയരുത്. പക്ഷേ നിന്റെ പ്രശ്നം ഇതാണെന്ന് നിന്നോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ഞാൻ നിന്നോട് പറഞ്ഞു. നീ വേണ്ട വിധത്തിൽ അറിഞ്ഞു പ്രവർത്തിച്ചു. നിന്റെ ലൈഫ് പോസിറ്റീവ് കൊണ്ട് നീ നിറച്ചു. നിന്നിൽ മാറ്റമുണ്ടായി. തെറ്റുകൾ സമ്മതിച്ച് നീ തിരുത്തി. ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. പിന്നെ ജോയി എന്തു പറയുന്നു? ജോയി ഇപ്പോൾ 2 വർക്ക് സൈറ്റുകൾ എന്നെയാണ് എടുപ്പിച്ചേക്കണത്. അവനിപ്പോൾ വല്ലപ്പോഴും വരാറുള്ളൂ. അത്രക്ക് വിശ്വാസം തന്നെ ഇപ്പം. വളരെ നല്ലത്. നന്മ നിറഞ്ഞ നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നെഗറ്റീവ് മനോഭാവം, അസൂയ, ഉത്തരവാദിത്വമില്ലായ്മ, സ്വാർത്ഥത തുടങ്ങിയവയുടെ പഴയ കാലം കടന്നു വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ചേട്ടാ. നിനക്ക് നല്ലത് മാത്രമേ വരൂ. അല്ല ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ പതിവ് പോലെ കവലയിലേക്ക്. കുറച്ച് സമയം അവിടെ ചെലവഴിക്കുക, പിന്നെ തിരികെ പോരും. എനിക്കും പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും ഞാനും വരാൻ കവല വരെ. അത് വേണ്ട, നീ പോയിക്കോ. എനിക്ക് ഈ നടപ്പ് പതിവുള്ളതാ. നീ ചെല്ലേ. എങ്കിൽ ശരി ചേട്ടാ. ജോർജ്, എന്താ നീ പന്തം കണ്ട പെരിഞ്ചായെ പോലെ നോക്കുന്നത്? അല്ലേ ഏട്ടാ, അതാ ആൻഡോ തന്നെയല്ലേ? അതെ. എന്താ നിന്റെ കണ്ണുകൾക്ക് വല്ല പ്രോബ്ലമായോ? ഏയ്, എൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല. പിന്നെന്താ? ഇന്നലെ വരെ ഇവനെ എവിടെ കണ്ടാലും ഒഴിഞ്ഞു മാറിയിരുന്ന ആളുകളുണ്ടല്ല, ഇപ്പം ഈ ആൻഡോൻ്റെ അടുത്തൊന്നും മാറുന്നില്ലെന്നേ. ഈ ആൻഡോനെ പറ്റി പറയാനേ നേരമുള്ളൂ. ആൻഡോ ഇങ്ങനെ ചെയ്തു,
ആൻഡോ അങ്ങനെ പറഞ്ഞു, ആൻഡോ ഇങ്ങനെ നോക്കി. ഇവനെ പണിക്ക് വിളിക്കാൻ വേണ്ടി ആളുകൾ മത്സരമാണെന്ന്. ഇവനാണെങ്കിൽ ആ ജോയിയുടെ അടുത്തുനിന്ന് പോരുന്നുമില്ല. ഇവനിതെന്താ പറ്റിയത്? ഇവൻ എന്നാലും ഇത് എങ്ങനെയാണ് ഇങ്ങനെയായത്? ഛേ, ആകെ ഒരു അസ്വസ്ഥത. അല്ല, അവനെ പറ്റി ആളുകൾ നല്ലത് പറയുന്നതുകൊണ്ടാണോ? ആ ഏയ് അങ്ങനെയല്ല. അല്ല, എന്തായിരുന്നു എന്റെ ഭൂമി തെരഞ്ഞെടുക്കല്? ഏയ് ആദ്യം ആള് ശരിയല്ലെന്ന്. എന്തിനാ അയാളെ പറയുന്നു? ആ ഓഫീസിലിരിക്കുന്ന എല്ലാ കിഴങ്ങന്മാരും കണക്കാ. അതെന്താ? എന്റെ ചേട്ടാ ഒരു പേപ്പർ ശരിയാക്കി കൊണ്ടുചെല്ലുമ്പോ പറയും അടുത്ത പേപ്പർ ശരിയാക്കി കൊണ്ടുചെല്ല. പിന്നെ അങ്ങനെ വരുമ്പോ അടുത്ത കുരിശ്. ഇങ്ങനെ എല്ലാ അവന്മാരും കൂടെ മനുഷ്യനാകെ തലക്ക് പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തലവേദന ഉണ്ട് ചേട്ടാ. ഉറക്കോ? സത്യം പറയാ ഇല്ല ചേട്ടാ. ഈയിടെയായിട്ട് എനിക്ക് ഉറക്കമില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ ഓഫീസിലും പോയിട്ടില്ല. ഇവന് ആൻഡോ എവിടെന്നാ തലവേദനക്ക് മരുന്ന് വാങ്ങിച്ചെന്നാവും. ഇവനോട് ചോദിക്കാന്ന് വെച്ചാൽ അവൻ നിന്നുമില്ല, അവനങ്ങ് പോവുകയും ചെയ്തു. ഏത് ഡോക്ടറാണെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു കൊടുത്ത മരുന്ന് എനിക്കറിയാം. ആഹാ, അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ, ചേട്ടന് 100 പുണ്യം കിട്ടും. ഒന്ന് പറയേട്ടാ. ആദ്യം തന്നെ നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിന്റെ നെഗറ്റീവ് ചിന്തകൾ മാറ്റുക. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുക. ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുക. ഈ കുറ്റം പറയുന്ന ആളുകളില്ലേ, അവരിൽ എന്തെങ്കിലുമൊക്കെ നന്മ കാണാതിരിക്കില്ലല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുക. ഇതാ, കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഒരു മരുന്നും കഴിക്കണം. നിന്റെ തലവേദനയും ഉറക്കക്കുറവും എല്ലാം പമ്പ കിടക്കും. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.